നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ. ലേൺ ഇംഗ്ലീഷ് വയ ഷോർട്ട് സ്റ്റോറീസ് എപ്പിസോഡ് 11 എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന സ്റ്റോറിയുടെ പേര് ദ വാഷർമാൻസ് ഡോങ്കി ആൻഡ് ഹോഴ്സ്. അലക്കുകാരൻ്റെ കഴുതയും കുതിരയും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. നമുക്ക് സ്റ്റോറി കേൾക്കാം. വൺസ് അപ്പോൺ എ ടൈം ഇൻ എ വില്ലേജ് far away, a washerman lived by the river. He owned a donkey and a horse. The washerman washed clothes so clean that no matter how bad a stain is, the villagers believed that he could vanish away every stain and dirt from their clothes. Once upon a time, ഒരിക്കൽ ഒരിടത്ത്, പണ്ട് എന്നർത്ഥം. ഇൻ എ വില്ലേജ് far away, വളരെ വളരെ ദൂരത്തുള്ള. ഫാർ എന്ന് പറഞ്ഞാൽ ദൂരെ എന്നർത്ഥം. എവേ എന്ന് പറഞ്ഞാൽ അകലെ എന്നർത്ഥം. അപ്പോൾ വളരെ വളരെ അകലെയുള്ള ഒരു വില്ലേജിൽ, ഒരു ഗ്രാമത്തിൽ എ വാഷർമാൻ ലീവ്ഡ്, ഒരു അലക്കുകാരൻ ലീവ്ഡ്, ജീവിച്ചിരുന്നു. ബൈ ദി റിവർ, പുഴക്കരികെ, നദിക്കരികെ. ബൈ എന്ന് പറഞ്ഞാൽ അരികെ എന്നുള്ള അർത്ഥമുണ്ട്. അതാണ് ഇവിടെ. എല്ലാ സ്ഥലത്തും ബൈക്ക് അരികെ എന്നുള്ള അർത്ഥം വെക്കരുത്. സാഹചര്യം നോക്കിയിട്ടാണ് നമ്മൾ അർത്ഥം വെക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷ് ഓരോ സ്റ്റോറികളും പഠിച്ചുകൊണ്ട് സാഹചര്യങ്ങളിലൂടെ അർത്ഥങ്ങൾ പഠിക്കുന്നത്. ഹി ഓൺഡ്, അദ്ദേഹം സ്വന്തമാക്കി, അദ്ദേഹത്തിന് സ്വന്തം ഉണ്ടായിരുന്നു അർത്ഥം. എ ഡോങ്കി, ഒരു കഴുതയും, ആൻഡ് എ ഹോഴ്സ്, ഒരു കുതിരയും. ദി വാഷർമാൻ വാഷർമാൻ അലക്കി, ക്ലോത്ത്സ്, വസ്ത്രങ്ങൾ, സോ ക്ലീൻ, വളരെയധികം ക്ലീനായിട്ട്. ദാറ്റ് നോ മാറ്റർ, ദാറ്റ് എത്രത്തോളം എന്ന് പറയാൻ വേണ്ടിയിട്ട് ദാറ്റ് ഉപയോഗിക്കുന്നത്. സോയുടെ ശേഷം ദാറ്റ് ഉപയോഗിക്കുന്നത് എത്രത്തോളം ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അർത്ഥം ഫുള്ളായിട്ട് പറയുമ്പോൾ മനസ്സിലാവും. നോ മാറ്റർ, ഒരു വിഷയവുമല്ല. ഹൗ ബാഡ് എ സ്റ്റെയിൻ ഈസ്, ഹൗ ബാഡ്, എത്ര മോശമാണ് എ സ്റ്റെയിൻ, ഒരു കറ, ഈസ് ആണ്. അപ്പോൾ എത്ര മോശമായ കറയാണെങ്കിലും അത്രയും ക്ലീൻ ആക്കിയിട്ടാണ്, അതൊന്നൊരു വിഷയമല്ല, അത്രയും ക്ലീൻ ആക്കിയിട്ട് അദ്ദേഹം വാഷ് ചെയ്യും ക്ലോത്ത്സ്. അപ്പോൾ സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ കറ. ദ വില്ലേജേഴ്സ് ബിലീവ്ഡ്, ഗ്രാമവാസികൾ വിശ്വസിച്ചു. ദാറ്റ്, അതായത് എന്താണ് വിശ്വസിച്ചത്? ഹീ കുഡ് വാനിഷ്, അദ്ദേഹത്തിന് അപ്രത്യക്ഷമാക്കാൻ കഴിയും. വാനിഷ് അവേ എന്ന് പറഞ്ഞാൽ ദൂരെ ആക്കുക, അപ്രത്യക്ഷമാക്കുക. എവ്രി സ്റ്റെയിൻ, ഓരോ കറയും, ആൻഡ് ഡെർട്ട്, അതുപോലെ ചളിയും അഴുക്കും. ഡെർട്ട് എന്ന് പറഞ്ഞാൽ ചളി, അഴുക്ക് എന്നൊക്കെ അർത്ഥം. ഫ്രം ദെയർ ക്ലോത്ത്സ്, അവരുടെ ക്ലോത്ത്സിൽ നിന്ന്, അവരുടെ വസ്ത്രങ്ങളിൽ നിന്ന്. The washerman went door to every house in the village to collect the dirty clothes, and his donkey used to carry them back to his home. The donkey also carried a load of clothes when the washerman went to return the clothes to the villager's house. The donkey used to get very tired after carrying such heavy loads to and fro. ദി വാഷർമാൻ പോയി. ഡോർ ടു ഡോർ, ഓരോ വീട്ടിലും. ടു എവറി ഹൗസ്, എല്ലാ വീട്ടിലുള്ള ഓരോ. ഡോർ ടു ഡോർ എന്ന് പറഞ്ഞാൽ വാതിൽക്കൽ എന്നർത്ഥം. അവിടെ ഒന്ന് അലങ്കാരികമാക്കാൻ വേണ്ടിയിട്ടാണ് ഡോർ ടു ഡോർ എന്ന് പറഞ്ഞത്. ഡോർ ടു എവറി ഹൗസ്, ഓരോ വീട്ടിലെയും വാതിൽക്കൽ അദ്ദേഹം പോയി. ഇൻ ദി വില്ലേജ്, വില്ലേജിലുള്ള. ടു കളക്ട് ചെയ്യാൻ വേണ്ടി. ഡേർട്ടി ക്ലോത്ത്സ്, അഴുക്കുള്ള വസ്ത്രങ്ങൾ. ആൻഡ് ഹിസ് ഡോങ്കി, അദ്ദേഹത്തിൻ്റെ കഴുത. യൂസ്ഡ് ടു ക്യാരി ദം, യൂസ്ഡ് ടു എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു സ്ഥിരമായിട്ട് ചെയ്യാന്നർത്ഥം. സ്ഥിരമായിട്ട് വഹിച്ചു ദം, അവയെ. ബാക്ക് ടു ഹിസ് ഹോം, തിരിച്ച് വീട്ടിലേക്ക്. ദി ഡോങ്കി ആൾസോ ക്യാരീഡ്, ദ ഡോങ്കി, കഴുത. ആൾസോ ക്യാരീഡ്, അത് ചുമക്കുകയും ചെയ്തു. എന്താണ് ചുമഞ്ഞത്? എ ലോഡ് ഓഫ് ക്ലോത്ത്സ്, ഒരു ലോഡ് വസ്ത്രങ്ങൾ. വെൻ ദി വാഷർമാൻ വെന്റ് ടു റിട്ടേൺ, വെൻ ദി വാഷർമാൻ വെന്റ്, വാഷർമാൻ പോയപ്പോൾ, ടു റിട്ടേൺ ചെയ്യാൻ പോയപ്പോൾ, തിരിച്ചു കൊടുക്കാൻ പോയപ്പോൾ, ദി ക്ലോത്ത്സ്, വസ്ത്രങ്ങൾ, ടു ദി വില്ലേജേഴ്സ് ഹൗസ്, വില്ലേജർമാരുടെ വീട്ടിലേക്ക്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തിരുന്നു? അത് ചുമന്നിരുന്നു എന്നർത്ഥം. ദി ഡോങ്കി യൂസ്ഡ് ടു ഗെറ്റ് വെരി ടയേർഡ്. ഗെറ്റ് ടയേർഡ് എന്ന് പറഞ്ഞാൽ ക്ഷീണിക്കുക എന്നർത്ഥം. അപ്പോൾ യൂസ്ഡ് ടു ഗെറ്റ് ടയേർഡ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായി ക്ഷീണിക്കാറുണ്ടായിരുന്നു ഈ ഡോങ്കി. ആഫ്റ്റർ ക്യാരിയിങ്, ചുമന്നതിന് ശേഷം, സച്ച് ഹെവി ലോഡ്സ്, അത്തരം
സച്ച് അത്രയും, അല്ലെങ്കിൽ അത്ര, അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്നൊക്കെ പറയാം. ഹെവി നല്ല കനമുള്ള ലോഡ്സ്, ഈ ലോഡുകൾ ടു ആൻഡ് ഫ്രോ, അങ്ങോട്ടും ഇങ്ങോട്ടും. ടു ആൻഡ് ഫ്രോ അങ്ങനെ ഒരു പ്രയോഗമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ പ്രയോഗം പഠിച്ചു വെക്കുക. The horse that belonged to the washerman was very pretty. It was very proud of its beautiful mane and never had to carry any load. The washerman used to visit the market and the other faraway places riding on the back of his horse. One sunny morning, the washerman was to go to the village to return the washer clothes to the villagers. The horse, കുതിര, ദാറ്റ് ബിലോങ്ഡ്, അത് ഉടമയായിട്ടുണ്ടായിരുന്നു, അതായത് സ്വന്തമായിട്ടുണ്ടായിരുന്നു, ടു ദി വാഷർമാൻക്ക്. അപ്പോൾ ദിസ് ബുക്ക് ബിലോങ്സ് ടു മീ, ഇത് എൻ്റെ പുസ്തകമാണെന്ന് പറയാൻ വേണ്ടിയിട്ട് രണ്ട് തരത്തിൽ ഉപയോഗിക്കാം. ദിസ് ഈസ് മൈ ബുക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ദിസ് ബുക്ക് ബിലോങ്സ് ടു മീ എന്നും പറയാം. അതേപോലെയാണ് ബിലോങ് എന്ന് പറഞ്ഞാൽ സ്വന്തമാവുക, ഉടമയാവുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ദാറ്റ് ബിലോങ്ഡ്, അത് സ്വന്തമായിട്ടുണ്ട്, അത് ആരുടേതാണ്? ടു ദി വാഷർമാൻ്റെതാണ്. ആ കുതിര വാസ് ആയിരുന്നു വെരി പ്രറ്റി, വളരെ ഓമനത്വവും ചന്തവും ഉള്ളതായിരുന്നു. പ്രറ്റി എന്ന് പറഞ്ഞാൽ ഓമനത്വമുള്ളത്, ചന്തമുള്ളത്, ഭംഗിയുള്ളത് എന്നൊക്കെ അർത്ഥം. പ്രറ്റി വുമൺ, സുന്ദരിയായ സ്ത്രീ എന്ന് പറയും. ഇറ്റ് വാസ് വെരി പ്രൗഡ്, അതിന് വലിയ അഹങ്കാരമായിരുന്നു. പ്രൗഡ് എന്ന് പറഞ്ഞാൽ അഭിമാനം എന്നർത്ഥമുണ്ട്. ഇവിടെ അർത്ഥം അതല്ല, അഹങ്കാരം എന്നാണ് അർത്ഥം. ഓഫ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ, പ്രൗഡ് ഓഫ് എന്നാണ് പറയാം. ഐ ആം പ്രൗഡ് ഓഫ് യു, എനിക്ക് നിന്നെക്കുറിച്ച് അഭിമാനമാണ്, അല്ലെങ്കിൽ എനിക്ക് നിന്നെക്കുറിച്ച് അഹങ്കാരമാണ്, രണ്ടും പറയാം. അപ്പം അതിൻ്റെ ഓഫ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ മെയിൻ, അതിൻ്റെ സുന്ദരമായ ആ രോമങ്ങൾ കാരണം, കുതിര കഴുത്തിലെ രോമത്തിലാണ് മെയിൻ എന്ന് പറയാം. ആ നെവർ ഹാഡ് ടു ക്യാരി, അതിന് ഒരിക്കലും, നെവർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും, ഹാഡ് ടു ക്യാരി ഒരിക്കലും ഇല്ല എന്നുള്ളതിനാണ് നെവർ എന്ന് പറയാം. അപ്പോൾ ഒരിക്കലും വേണ്ടി വന്നില്ല, ഹാഡ് ടു ക്യാരി ചുമക്കേണ്ടി വന്നില്ല, എനി ലോഡ്, ഒരു ലോഡും ചുമക്കേണ്ടി വന്നതുമില്ല. ദി വാഷർമാൻ യൂസ് ടു വിസിറ്റ്, വാഷർമാൻ സ്ഥിരമായിട്ട് വിസിറ്റ് ചെയ്യുമായിരുന്നു. ദി മാർക്കറ്റ് ആൻഡ് ദി അതർ ഫാർ അവേ, മറ്റു ഫാർ അവേ പ്ലേസസ്. അതർ എന്ന് പറഞ്ഞാൽ മറ്റു, ഫാർ അവേ ദൂരെയുള്ള പ്ലേസസ്, സ്ഥലങ്ങളും. റൈഡ് ചെയ്തുകൊണ്ട്, റൈഡ് എന്ന് പറഞ്ഞാൽ സവാരി ചെയ്യുക എന്നർത്ഥം. റൈഡ് എന്നതിൻ്റെ പാസ്റ്റ് റോഡ് എന്നാണ്. റോഡ്, സവാരി ചെയ്തു എന്നുള്ളതിന് RODE, റോഡ് എന്നാണ് പറയാം. ഓൺ ദി ബാക്ക് ഓഫ് ഹിസ് ഹോഴ്സ്, അദ്ദേഹത്തിൻ്റെ കുതിരയുടെ പിറകിൽ. വൺ സണ്ണി മോർണിംഗ്, ഒരു സൂര്യപ്രകാശമുള്ള പ്രഭാത സമയത്ത്, ദി വാഷർമാൻ വാഷർമാൻക്ക് പോകേണ്ടതുണ്ടായിരുന്നു, വാസ് ടു ഗോ പോകേണ്ടതുണ്ടായിരുന്നു, ടു ദി വില്ലേജിലേക്ക്, ടു റിട്ടേൺ തിരിച്ചു കൊടുക്കാൻ, ദി വാഷ്ഡ് ക്ലോത്ത്സ് അലക്കിയ വസ്ത്രങ്ങൾ, ടു ദി വില്ലേജർമാർക്ക്. അങ്ങനെ he had put all the bundles of clothes on the back of his donkey, while he did not put any load on the back of his horse. The heavy load of clothes seemed to be unbearable for the donkey, but it did not say a word. It kept walking with the load. The washerman thought to himself that he should have split a load of clothes equally on the donkey and the horse. After realizing his mistake, the washerman took all the bundles of clothes and put them on the horse's back. He had put, അദ്ദേഹം വെച്ചിരുന്നു, all the bundles of clothes, ക്ലോത്തിൻ്റെ ബണ്ടിലുകൾ മുഴുവനും, ബണ്ടിൽ എന്ന് പറഞ്ഞാൽ ഭാണ്ഡം എന്നർത്ഥം, ഓൺ ദി ബാക്ക് ഓഫ് ഹിസ് ഡോങ്കി, അദ്ദേഹത്തിൻ്റെ ഡോങ്കിയുടെ പുറത്ത്. വൈൽ, അതേസമയം, ഹി ഡിഡ് നോട്ട് പുട്ട്, അദ്ദേഹം വെച്ചില്ല, എനി ലോട്ട്, ഒരു ഭാണ്ഡവും, ഓൺ ദി ബാക്ക് ഓഫ് ഹിസ് ഹോഴ്സ്, അദ്ദേഹത്തിൻ്റെ കുതിരയുടെ പുറത്ത്. ദ ഹെവി ലോഡ് ഓഫ് ക്ലോത്ത്സ്, ഈ കനമുള്ള ലോഡ് ഓഫ് ക്ലോത്ത്സ്, വസ്ത്രങ്ങളുടെ കനമുള്ള ലോഡ്, സീംഡ് തോന്നിച്ചു, ടു ബി അൺബിയറബിൾ, സഹിക്കാൻ കഴിയാത്തതായി തോന്നിച്ചു, ഫോർ ദി ഡോങ്കിക്ക്. പക്ഷേ ഇറ്റ് ഡിഡ് നോട്ട് സേ, അത് പറഞ്ഞില്ല, എ വേർഡ്, ഒരു വാക്കും പറഞ്ഞില്ല, അതൊന്നും പറഞ്ഞില്ല, അത് സഹിച്ചു. ഇറ്റ് കെപ്റ്റ് വാക്കിംഗ്, അത് നടന്നുകൊണ്ടേയിരുന്നു, ഒരു കാര്യം ചെയ്തുകൊണ്ടേയിരിക്കാനാണ് കീപ്പ് എന്ന് പറയും. കീപ്പ് സൂക്ഷിക്കുക എന്നുള്ള അർത്ഥമുണ്ട്. ഇപ്പം കീപ്പ് റൈറ്റിംഗ്, എഴുതിക്കൊണ്ടേയിരിക്കുക. കീപ്പ് റീഡിങ്, വായിച്ചു കൊണ്ടേയിരിക്കുക. കീപ്പ് വാഷ് ചെയ്തുകൊണ്ടേയിരിക്കുക. കീപ്പ് വാക്കിംഗ്, നടന്നുകൊണ്ടേയിരിക്കുക. അപ്പം കീപ്പിൻ്റെ പാസ്റ്റാണ് കെപ്റ്റ് എന്നുള്ളത്. അപ്പം കെപ്റ്റ് വാക്കിംഗ്, അത് നടന്നുകൊണ്ടേയിരുന്നു, വിത്ത് ദി ലോഡ്, ആ ലോഡുമായിട്ട്. ദി വാഷർമാൻ തോട്ട് ഹിംസെൽഫ്, വാഷർമാൻ സ്വയം ചിന്തിച്ചു,
ദാറ്റ് എന്താണ് ചിന്തിച്ചത്? ഹി ഷുഡ് ഹാവ് സ്പ്ലിറ്റ്, അദ്ദേഹം സ്പ്ലിറ്റ് ചെയ്യണമായിരുന്നു. ഷുഡ് ഹാവ് എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്യേണ്ടതായിരുന്നു. എ ലോഡ് ഓഫ് ക്ലോത്ത്സ്, ആ ക്ലോത്ത്സിൻ്റെ ലോഡ് ഈക്വലി തുല്യമായിട്ട്, ഈക്വലി എന്ന് പറഞ്ഞാൽ തുല്യമായിട്ട്, ഓൺ ദി ഡോങ്കി, ഡോങ്കിക്കും ആൻഡ് ദി ഹോഴ്സ്, അതുപോലെ കുതിരക്കും. ആഫ്റ്റർ റിയലൈസിങ് ഹിസ് മിസ്റ്റേക്ക്, അദ്ദേഹം തിരിച്ചറിഞ്ഞതിന് ശേഷം, ആഫ്റ്റർ റിയലൈസിങ് തിരിച്ചറിഞ്ഞതിന് ശേഷം, ഹിസ് മിസ്റ്റേക്ക് അദ്ദേഹത്തിൻ്റെ മിസ്റ്റേക്ക്, ദി വാഷർമാൻ ടുക്ക്, വാഷർമാൻ എടുത്തു, ടുക്ക് എടുത്തു, ഓൾ ദി ബണ്ടിൽസ് ഓഫ് ക്ലോത്ത്സ്, ബണ്ടിൽസ് ഓഫ് ക്ലോത്ത്സ് മൊത്തം, ആൻഡ് പുട്ട് ദം അവയെ വെച്ചു ഓൺ ദി ഹോഴ്സ് ബാക്ക്, ഹോഴ്സിൻ്റെ പുറത്ത് വെച്ചു, കുതിരയുടെ പുറത്ത് വെച്ചു. അങ്ങനെ ദി വാഷർമാൻ ഹൈസ് ഡോങ്കി ആൻഡ് ഹോഴ്സ്, വാഷർമാനും അദ്ദേഹത്തിൻ്റെ ഡോങ്കിയും ആൻഡ് ഹോഴ്സ് അദ്ദേഹത്തിൻ്റെ കുതിരയും വെർ ഹാഫ് വേ ത്രൂ, പകുതി ദൂരം പിന്നിട്ടു. വെൻ ദി ഡോങ്കി, ആ സമയം ദ ഡോങ്കി ഡിസൈഡഡ്, കഴുത തീരുമാനിച്ചു, ടു ആസ്ക് ദി ഹോഴ്സ്, ഹോഴ്സിനോട് ചോദിക്കാൻ, ഫോർ ഹെൽപ്പ്, സഹായം ചോദിക്കാൻ തീരുമാനിച്ചു. ഇവിടെ വാഷർമാൻ, ഹിസ് ഡോങ്കി ആൻഡ് ഹോഴ്സ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. എന്താണ് ആൻഡ് എല്ലാത്തിനും കൊടുക്കാത്തത്? എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് ആൻഡ് ഉപയോഗിക്കുന്നത്, അല്ലേ? ഇപ്പോൾ ഒരു ആൻഡ് ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, രണ്ട് നോണുകൾ, രണ്ട് പേരുകളാണെങ്കിൽ അവിടെ ഇപ്പോൾ ഫാദർ ആൻഡ് സൺ എന്ന് പറഞ്ഞാൽ അവിടെ ഫാദർ പിന്നെ ഒരു കോമ ഇട്ടിട്ട് സൺ എന്ന് പറയാൻ പറ്റില്ല. ഫാദർ ആൻഡ് സൺ എന്ന് പറയാം. നേരെ മറിച്ച് ഫാദർ ഉണ്ട്, സൺ ഉണ്ട്, ഡോട്ടർ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് പറയുക? ഫാദർ, ഡോട്ടർ ആൻഡ് സൺ എന്ന് പറയും. ഇനി ഫാദർ ഉണ്ട്, ഡോട്ടർ ഉണ്ട്, സൺ ഉണ്ട്, മദർ ഉണ്ട്. അപ്പോൾ എങ്ങനെ പറയാം? ഫാദർ, മദർ, സൺ ആൻഡ് ഡോട്ടർ, അങ്ങനെയാണ് പറയാം. അപ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ആൻഡ് ഉപയോഗിക്കുന്ന സമയത്ത് രണ്ട് പേരുകളല്ലെങ്കിൽ കൂടുതലാണെങ്കിൽ എല്ലാത്തിൻ്റെയും ശേഷം കോമയിട്ട് അവസാനത്തതിൻ്റെ മുമ്പ് ആൻഡ് കൊടുക്കുക, അങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. ഇനി ഓ ഡിയർ ഫ്രണ്ട് ചോദിക്കുകയാണ്, ഓ ഡിയർ ഫ്രണ്ട്, പ്രിയപ്പെട്ട കൂട്ടുകാരാ, ക്യാൻ യു ക്യാരി, നിനക്ക് ചുമക്കാൻ കഴിയുമോ? സം ഓഫ് ദി ലോഡ്, അല്പം ലോഡ്, ഓൺ മൈ ബാക്ക്, എൻ്റെ ബാക്കിലുള്ള. ദ പെയിൻ ഈസ് അൺബിയറബിൾ ഫോർ മീ, ദ പെയിൻ, വേദന ഈസ് അൺബിയറബിൾ, സഹിക്കാൻ പറ്റാത്തതാണ്, ഫോർ മീ, എനിക്ക്. സെഡ് ദ ഡോങ്കി, ഡോങ്കി പറഞ്ഞു. അപ്പോൾ ദി ഹോഴ്സ് റിപ്ലൈഡ്, ഹോ നോ ബ്രദർ, ഹോഴ്സസ് ഡോണ്ട് ക്യാരി ലോഡ്സ് ലൈക്ക് ഡോങ്കീസ്. ഐ ക്യാരി അവർ മാസ്റ്റർ ടു ദി മാർക്കറ്റ്. വൈ ഷുഡ് ഐ ക്യാരി യുവർ ലോഡ്? ദി ഡോങ്കി വാസ് ഡിസപ്പോയിൻറ്റഡ്. However, he did not stop walking. Oomph, oomph, came the noise from the stumbling horse. No later than a few minutes, the donkey collapsed on the ground. The clean clothes fell down on the clay and became dirty. അപ്പോൾ ദ ഹോഴ്സ് റിപ്ലൈഡ്, കുതിര റിപ്ലൈ പറഞ്ഞു, നോ ബ്രദർ, ഇല്ല സുഹൃത്തെ, ഹോഴ്സസ് ഡോണ്ട് ക്യാരി, കുതിരകൾ ചുമക്കാറില്ല, ലോഡ്സ്, ഭാണ്ഡങ്ങൾ ചുമക്കാറില്ല, ലൈക്ക് ഡോങ്കീസ്, കഴുതകളെ പോലെ. ഐ ക്യാരി, ഞാൻ ചുമക്കുന്നത് അവർ മാസ്റ്റർ, നമ്മുടെ മാസ്റ്ററെയാണ്, ടു ദി മാർക്കറ്റ്, മാർക്കറ്റിലേക്ക്. വൈ ഷുഡ് ഐ, ഞാൻ എന്തിന് ഐ ക്യാരി, ഞാൻ ചുമക്കണം, യുവർ ലോഡ്, നിൻ്റെ ലോഡ്. ദി ഡോങ്കി വാസ് ഡിസപ്പോയിൻറ്റഡ്, ഡോങ്കി നിരാശനായി. ഡിസപ്പോയിൻറ്റഡ് എന്ന് പറഞ്ഞാൽ നിരാശനാവുക. ഹവെവർ, എന്നിരുന്നാലും, ഹി ഡിഡ് നോട്ട് സ്റ്റോപ്പ് വാക്കിംഗ്, അവൻ നടക്കുന്നത് നിർത്തിയില്ല. ഒരു ശബ്ദമാണ്. കെയിം ദി നോയ്സ്, ആ ശബ്ദം വന്നു. ഫ്രം ദി സ്റ്റംബ്ലിംഗ് ഹോഴ്സ്, ഇടറുന്ന കുതിരയിൽ നിന്നും ഒരു ശബ്ദം വന്നു. സ്റ്റംബിൾ എന്ന് പറഞ്ഞാൽ ഇടറുക എന്നർത്ഥം. നോ ലേറ്റർ ദാൻ എ ഫ്യൂ മിനിറ്റ്സ്, അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും, കൂടുതൽ സമയം വേണ്ടി വന്നില്ല എന്നൊക്കെ പറയില്ല, അതിനാണ് ഈ പദം ഉപയോഗിക്കുക. നോ ലേറ്റർ ദാൻ എ ഫ്യൂ മിനിറ്റ്സ്, കുറഞ്ഞ സമയത്തിനുള്ളിൽ ദ ഡോങ്കി കൊളാപ്സ്ഡ്, ആ കഴുത കൊളാപ്സ്ഡ്, നിലം പതിച്ചു. ഓൺ ദി ഗ്രൗണ്ട്, നിലത്ത് വീഴുക എന്നുള്ളതിനാണ് കൊളാപ്സ് എന്ന് പറയാം. ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നിലം എന്ന് തന്നെയാണ് അർത്ഥം. ദ ക്ലീൻ ക്ലോത്ത്സ്, ശുദ്ധിയുള്ള ആ വസ്ത്രങ്ങൾ, വൃത്തിയുള്ള വസ്ത്രങ്ങൾ, ഫെൽ ഡൗൺ, ഫാൾ എന്നതിൻ്റെ പാസ്റ്റാണ് ഫെൽ ഡൗൺ, നിലത്ത് വീണു. ഓൺ ദി ക്ലേമേൽ, ക്ലേ എന്ന് പറഞ്ഞാൽ ചളിയിൽ. ആൻഡ് ബിക്കെയിം ഡേർട്ടി, അത് ഡേർട്ടിയായി, അഴുക്കുള്ളതായി. ബിക്കം എന്നുള്ളതിൻ്റെ പാസ്റ്റാണ് ബിക്കെയിം, ആവുക എന്നർത്ഥം. അപ്പം ബിക്കെയിം എന്ന് പറഞ്ഞാൽ ആയി. അങ്ങനെ ദ ഡോങ്കി വാസ് ദെൻ റിലാക്സ്ഡ് ആൻഡ് കുഡ് വാക്ക് വിത്തൗട്ട് എനി ലോഡ് ഓൺ ഇറ്റ്സ് ബാക്ക്. The horse thought to himself, I wouldn't have to carry all the clothes if I would have agreed to share some of it. When the donkey had asked, the horse had to carry all the clothes to the market. The horse then decided to always help people in need. So the donkey and the horse shared every burden
ആൻഡ് ബിക്കെയിം ബെസ്റ്റ് ഫ്രണ്ട് ഫോർ ദി റെസ്റ്റ് ഓഫ് ദെയർ ഡേയ്സ്. ദ ഡോങ്കി വാസ് ദെൻ റിലാക്സ്ഡ്. അങ്ങനെ ഡോങ്കി എന്തായി? റിലാക്സ്ഡ് ആയി, ആശ്വാസമുള്ളതായി. ആൻഡ് കുഡ് വാക്ക്, അതിന് നടക്കാൻ കഴിഞ്ഞു. വിത്തൗട്ട് എനി ലോഡ് ഓൺ ഇറ്റ്സ് ബാക്ക്, അതിൻ്റെ ബാക്കിൽ ഒരു ലോഡും ഇല്ലാതെ. വിത്തൗട്ട് എന്ന് പറഞ്ഞാൽ ഇല്ലാതെ അർത്ഥം. വിത്തൗട്ട് എനി ലോഡ്, ഒരു ലോഡും ഇല്ലാതെ. ദി ഹോഴ്സ് തോട്ട്, കുതിര ചിന്തിച്ചു, ടു ഹിംസെൽഫ്, സ്വന്തം ചിന്തിച്ചു, ഐ വുഡിൻ ഹാവ് ടു ക്യാരി, എനിക്ക് ചുമക്കേണ്ടതില്ലായിരുന്നു. ഓൾ ദി ക്ലോത്ത്സ്, എല്ലാ വസ്ത്രങ്ങളും. ഇഫ് ഐ വുഡ് ഹാവ് അഗ്രീഡ്, ഞാൻ സമ്മതിച്ചിരുന്നെങ്കിൽ. ടു ഷെയർ സം ഓഫ് ഇറ്റ്, അതിൽ നിന്ന് അല്പം ഷെയർ ചെയ്യാൻ. വെൻ ദ ഡോങ്കി ഹാഡ് ആസ്ക്ഡ്, ഡോങ്കി ചോദിച്ചപ്പോൾ. ദ ഹോഴ്സ് ഹാഡ് ടു ക്യാരി, അങ്ങനെ ദ ഹോഴ്സ് ഹാഡ് ടു ക്യാരി, കുതിരക്ക് ചുമക്കേണ്ടി വന്നു. ഓൾ ദി ക്ലോത്ത്സ് ടു ദി മാർക്കറ്റ്, മാർക്കറ്റിലേക്ക് എല്ലാ വസ്ത്രങ്ങളും. ദി ഹോഴ്സ് ദെൻ ഡിസൈഡഡ്, അങ്ങനെ കുതിര തീരുമാനിച്ചു. ദെൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ, അപ്പോൾ, പിന്നീട് എന്നൊക്കെ അർത്ഥം. ടു ഓൾവേസ് ഹെൽപ്പ്, എപ്പോഴും സഹായിക്കാൻ. ഓൾവേസ് എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും, എപ്പോഴും. ഹെൽപ്പ് പീപ്പിൾ ഇൻ നീഡ്, ആവശ്യമുള്ള ജനങ്ങളെ. പീപ്പിൾ ഇൻ നീഡ്, ഇൻ നീഡ് എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ള, പീപ്പിൾ ജനങ്ങളെ. സോ അങ്ങനെ ദ ഡോങ്കി ആൻഡ് ഹോഴ്സ്, ഡോങ്കിയും ഹോഴ്സും ഷെയർ ചെയ്തു. എവറി ബേർഡൻ, ഓരോ ഭാരങ്ങളും. ആൻഡ് ബിക്കെയിം, അങ്ങനെ ആയിത്തീർന്നു. ബെസ്റ്റ് ഫ്രണ്ട്സ്, നല്ല സുഹൃത്തുക്കളായിത്തീർന്നു. ഫോർ ദി റെസ്റ്റ് ഓഫ് ദെയർ ഡേയ്സ്, അവരുടെ പിൻകാലത്ത്. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ശേഷം എന്നർത്ഥം, ബാക്കി. റെസ്റ്റ് ഓഫ് ദെയർ ഡേയ്സ്, അവരുടെ പിന്നീടുള്ള കാലത്ത്, പിന്നീടുള്ള ദിവസങ്ങളിൽ എന്നൊക്കെ അർത്ഥം.